പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 23ാമത്തെ ചാപ്റ്ററായ എൻവയോൺമെൻ്റൽ അവെയർനെസ് എന്ന് പറയുന്നത്, പരിസ്ഥിതിയെ അവബോധം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ആദ്യമായിട്ട് ന്യൂ സിലബസ് അനുസരിച്ചുള്ള എക്സാം നടക്കുന്നത്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 മാർക്കിൻ്റെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ആൻസറുമാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് 1 വേർഡ് ആയിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. ഇന്ന് നമ്മൾ ഗൈഡ് വെച്ചിട്ടാണ് ക്ലാസ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ചെറിയൊരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് മീൻ ബൈ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയാണ്. എന്താണ് പരിസ്ഥിതി എന്ന് പറയുന്നത്? ഞാൻ വസിക്കുന്ന ചുറ്റുപാടിനെ മൊത്തമായി പറയുന്നതാണ് എന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഡിസ്ക്രൈബ് ദി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറയുന്ന ആശയം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പരിസ്ഥിതിയെ പരമാവധി മലിനമാക്കാത്ത വികസനമാണ് സന്തുലിത വികസനം. സന്തുലിത വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നാൽ പരിസ്ഥിതിയെ പരമാവധി മലിനമാക്കാത്ത രീതിയിലുള്ള ഒരു വികസനമാണ് സുസ്ഥിര വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1960 മുതൽ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും സാമ്പത്തിക വളർച്ച ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു. 1987 ക്ലബ് ഓഫ് റോം പബ്ലിഷ് ചെയ്ത ലിമിറ്റഡ് ഓഫ് ഗ്രോത്ത് എന്ന പുസ്തകത്തിലും ബൺലാൻഡിന്റെ അവർ കോമൺ ഫ്യൂച്ചർ എന്ന റിപ്പോർട്ടിലും ഈ പ്രശ്നം ലോക ശ്രദ്ധയിൽ വന്നിരുന്നു. 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് UN പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തെ ഭൗമ ഉച്ചകോടി എന്നാണ് പറയുന്നത്. ഭൗമ ഉച്ചകോടി 170 രാഷ്ട്രങ്ങളും ആയിരക്കണക്കിന് NGOകളും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും പങ്കെടുത്തു. പരിസ്ഥിതി അജണ്ടയെ പറ്റി വടക്കൻ രാജ്യങ്ങളും തെക്കൻ രാജ്യങ്ങളും വ്യത്യസ്തമാണ്. വടക്കൻ രാജ്യങ്ങൾ ഓസോൺ പാളിയുടെയും ആഗോളതാപനത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ തെക്കൻ രാജ്യങ്ങൾ സാമ്പത്തിക വികസനം, പരിസ്ഥിതി വ്യതിയാനം, അതേപോലെ തന്നെ ഭൗമ ഉച്ചകോടിയിൽ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം, ജൈവ വൈവിധ്യം, വനവൽക്കരണം എന്നിവയ്ക്ക് വേണ്ടി ഗുണപരമായ ചില ശുപാർശകൾ ചെയ്തിട്ടുണ്ട്. അജണ്ട 21 എന്ന പേരിലാണ് ഈ ശുപാർശകൾ അറിയപ്പെടുന്നത്. ചില വ്യത്യസ്ത അഭിപ്രായങ്ങളും ബുദ്ധിമുട്ടുകളാലും അത് മുഴുവനായി നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഭൗമ ഉച്ചകോടി നടന്ന വേറൊരു വലിയ കാര്യം സാമ്പത്തിക വികസനം, പരിസ്ഥിതി എന്നിവയുടെ സമന്വയമായിരുന്നു. ഇതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അജണ്ട 21 പ്രാധാന്യം കൊടുത്തത് സാമ്പത്തിക വളർച്ചയ്ക്കായിരുന്നു, പരിസ്ഥിതി സംരക്ഷണമല്ല. മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ മെയിൻ കോസസ് ദാറ്റ് അഫക്ട് ദി എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ശോഷണമാണോ? എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശോഷണം. പരിസ്ഥിതി ശോഷണത്തെ ബാധിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. എല്ലാ മാനുഷിക പ്രവൃത്തികളും പരിസ്ഥിതി ശോഷണത്തിന് കാരണമാണ്. ജനപ്പെരുപ്പം, അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും പുരോഗമനം വ്യത്യസ്ത തരത്തിൽ പരിസ്ഥിതിയെ മലിനമാക്കുന്നു. ഇത് പരിസ്ഥിതി ശോഷണത്തെ ബാധിക്കുന്ന ഒരു പ്രധാന കാരണമാണ്. അടുത്ത ചോദ്യമാണ്, നാലാമത്തെ, വിച്ച് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജലമലിനീകരണം ഉണ്ട്, വായുമലിനീകരണം ഉണ്ട്, അങ്ങനെ ഒരുപാട് പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വാട്ടർ പൊല്യൂഷൻ. വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ പലപ്പോഴും നിക്ഷേപിക്കുന്നത് നദികളിലാണ്. ജലദൗർലഭ്യം ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. ജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുക, ജലമലിനീകരണം തടയുക, ജലസംഭരണികളും തടയണകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിച്ച് ജലം മണ്ണിൽ നിർത്തുക, ഇവയെല്ലാമാണ് ജലസംരക്ഷണ മാർഗം. 2 പറയുന്നത് വായു മലിനീകരണമാണ്, എയർ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുകയാണ് പ്രധാനമായും വായുവിനെ മലിനമാക്കുന്നത്.
കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളൊക്കെയാണ് വരുന്നത്. അന്തരീക്ഷ മലിനീകരണം വിവിധ തരം ആവാസ വ്യവസ്ഥയും ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 3 ആണവ നിലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണ്. താപനിലയങ്ങളിലെ അവശിഷ്ടങ്ങൾ പലപ്പോഴും കടലിൽ തള്ളുകയാണ് ചെയ്യുന്നത്. ഇത് കടലിലെ വിവിധ തരം ജീവജാലങ്ങളെയും മണ്ണിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ ജനസംഖ്യ പെരുപ്പം, പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. എല്ലാ വിഭവങ്ങളുടെയും ശേഖരണം അപരിമിതമല്ലെന്നുള്ളതാണ് വാസ്തവം. പ്രകൃതി വിഭവങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന തലമുറക്ക് യാതൊന്നും അവശേഷിക്കില്ല. ജനം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രകൃതി വിഭവങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുന്നു. ഇത് സന്തുലിത ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമാണ്. 5ാമത് പറയുന്നത് നഗരവൽക്കരണമാണ്. നഗരവൽക്കരണവും മലിനീകരണത്തിന് കാരണമാകുന്നത് തൊഴിൽ തേടിയും മറ്റും ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. ഇതിന്റെ ഫലമായി സ്ഥല ദൗർലഭ്യം, പാർപ്പിട ദൗർലഭ്യം, പകർച്ചവ്യാധികൾ തുടങ്ങിയ ഉണ്ടാകുന്നത്. പിന്നാണ് വ്യവസായവൽക്കരണമാണ്. നമ്മുടെ വനസമ്പത്തിനെയും കാലാവസ്ഥയും ബാധിക്കുന്നുണ്ട്. മഴയുടെ ലഭ്യത കുറയുന്നു, മണ്ണൊലിപ്പ് വർദ്ധിക്കുന്നു. വ്യവസായവൽക്കരണം നമ്മുടെ അന്തരീക്ഷത്തെയും ജലത്തെയും മലിനമാക്കുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് ഡിഫൈൻ അവയർനെസ് അബൌട്ട് ദി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. പരിസ്ഥിതിക സംരക്ഷണത്തിലുള്ള ആവശ്യകതയെ വിശദീകരിക്കാനാണ്. പരിസ്ഥിതി മലിനീകരണം തുടർന്നാൽ അത് നമ്മുടെ നിലനിൽപ്പിനെയും വരും തലമുറയും സുരക്ഷിതത്തെയും ഒരുപോലെ ബാധിക്കും. വികസനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന തെറ്റായ പ്രവണതകളുടെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ്. ലാസ്റ്റ് ചോദ്യമാണ് വാട്ട് ആർ ദ മെഷർ ടേക്കൺ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ടു ചെക്ക് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ്. പരിസ്ഥിതി മലിനീകരണം കുറക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? 1. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രത്യേക കോടതി സ്ഥാപിച്ചു. ദോഷകരമായ കീടനാശിനികൾ നിരോധിച്ചു. കടൽ തീരത്തുള്ള ഹോട്ടലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നദീ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കി. സൗരോർജ്ജ കമ്മീഷൻ സ്ഥാപിച്ചു. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചു. പുക നിയന്ത്രണത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്ന ചെറിയൊരു ചാപ്റ്ററാണ്. ഇനി ഇതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ SSLC +2 എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനായി വീട്ടിലിരുന്ന് മൊബൈലിൽ എക്സാം എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നമ്മൾ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.